ഹലോ, അസ്സാം വലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു കായ്പോളൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മുടെ കായ്പോള തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ കായ്പോള ഉണ്ടാക്കാനായിട്ട് ഒരു 4 മുട്ട, ഒരു 3 പഴമാണ് എടുത്തേക്കുന്നത്. നമുക്ക് പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത പഴമല്ല കേട്ടോ എടുത്തേക്കണത്. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിനകത്തേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുത്തേക്കണത്. നമുക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ കൂട്ടിയിട്ടാൽ മതി. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു കായ്പോളല്ലേ, അപ്പം നമുക്ക് മധുരം ആവശ്യത്തിന് വേണ്ടിയതാണ്. ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തേക്കണത്. നമുക്ക് ഒരു ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് നല്ലതുപോലെ പഞ്ചസാരയൊക്കെ നല്ലോണം ഇതിനകത്തോട്ട് അലിഞ്ഞ് ചേരണം. അതുവരെ നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കൊരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അതൊന്ന് കളറൊന്ന് മാറണ വരയ്ക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇതിന്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ നമ്മുടെ പഴം ഇതിനകത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് കളറൊന്ന് നന്നായിട്ട് മാറി വരണം. പഴത്തിൻ്റെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ആക്കാം. നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കാം. നമ്മൾ അടിച്ചു വെച്ചേക്കണ മുട്ടയുടെ മിശ്രിതം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിയിൽ കണ്ട ഇതിന്റെ മേളിലാണ് ഞാനിപ്പോൾ പാൻ എടുത്ത് വെച്ചേക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഒരു കുറച്ച് നെയ്യ് ആക്കി കൊടുക്കാം. നമുക്ക് ഈ പഴത്തിന്റെ കൂട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം. നമ്മൾ പരമാവധി തീ എത്ര കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെക്കാം കേട്ടോ. നമുക്ക് തീ കൂട്ടി വെക്കരുത്, അടി കരിഞ്ഞു പോകും. അപ്പൊ നമുക്കിതൊന്ന് കുക്കാകണ വരക്കും വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം മറന്നുപോയി, നമുക്ക് ഇതൊന്ന് ഇടക്കൊന്ന് തുറന്ന് നോക്കണം. നമുക്ക് ഈ കശുവണ്ടിയൊക്കെ അതിൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുക്കാനുണ്ട്. ഇടക്കൊന്ന് തുറന്നിട്ട് ആ കശുവണ്ടിയൊക്കെ ഇട്ടിട്ട് മൂടി വെക്കാം നമുക്ക്. അപ്പൊ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇടക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കശുവണ്ടി വെച്ചിരുന്നില്ല, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
കുറച്ച് വെള്ളക്കസേസ് വിതറി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കായ്പോള വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടാ. നമുക്ക് ഇതെങ്ങനെ ആയിന്ന് നോക്കാം. അടിപൊളി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിടാം കേട്ടോ. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ. നമ്മുടെ അടിപൊളി കായ്പോള റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇട്ടത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു കായ്പോളയാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ കട്ടായി. നല്ല ചൂടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.